ഗായ്സ്, നമ്മുടെ കോയമ്പത്തൂർ വ്ളോഗിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. കോയമ്പത്തൂരല്ല, നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പൂരാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് തിരുപ്പൂർ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് തിരുപ്പൂരേക്ക് വന്നത് കോയമ്പത്തൂരിൽ നിന്ന്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് എഴുന്നേറ്റ് സൺറൈസ് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. തലേ ദിവസം രാത്രി 10 മണിക്ക് കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ റൂംസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു, ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കോലം വരച്ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ കാണാനൊക്കെ. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഇത് വരയ്ക്കുന്നൊന്നും കണ്ടില്ല, ഓൾമോസ്റ്റ് വരച്ച് വെച്ചതായിരുന്നു. അല്ലെങ്കിൽ തലേ ദിവസത്താണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഒരു 7 മണിയൊക്കെ ടൈം ആയപ്പോൾ. പിന്നെ നമ്മൾ ചായ സ്പോട്ട് നോക്കി ഇറങ്ങിയതാണ്. നേരത്തെ തന്നെ ആയതുകൊണ്ട് തന്നെ അധികം ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടെത്തിയ ഒരു കോഫിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കടകളൊക്കെ തുറന്ന് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം കഴിച്ചത് ദോശയും ചമ്മന്തിയും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പിന്നെ ഒരു ഇഡ്ഡലിയും കൂടി കഴിച്ചു. ഇഡ്ഡലിയും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഊത്തപ്പം മോഡൽ സാധനമായിരുന്നു കേട്ടോ. പിന്നെ കേസരിയൊക്കെ ഉണ്ട്, പക്ഷേ ഇത് കോംപ്ലിമെൻ്ററി ഒന്നല്ല കേട്ടോ. അതെല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും റൂമിലേക്ക് വന്ന് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം എടുത്തിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇനി മെയിനായിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നേരെ അന്ന് വൈകുന്നേരം തന്നെ ട്രെയിൻ കയറണം. ഇതാണ് നമ്മുടെ പ്ലാന്. പക്ഷേ എന്തൊക്കെ നടക്കുന്നത് നമുക്ക് ഈ ഒരു ഫുൾ വീഡിയോ കണ്ടാൽ മനസ്സിലാകും കേട്ടോ. നമ്മൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് കാദർപേട്ടയിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. 2 കിലോമീറ്റർ സംതിങ് ലൈക്ക് അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് നടന്നു. റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്തിട്ടൊക്കെ വേണം കേട്ടോ നടക്കാൻ. ഈ കാദർപേട്ട എന്ന് വെച്ചാൽ നമ്മുടെ ബനിയൻ ക്ലോത്തിൻ്റെ പേര് കേട്ട സ്ഥലമാണ്. ഇത് ഇവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഡ്രസ്സുകൾ ഒക്കെ ചീപ്പ് റേറ്റിന് കിട്ടും എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ കാദർപേട്ട ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ബനിയൻ ക്ലോത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെയാണ് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാട്ടോ. നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പം എല്ലാതരം ഡ്രസ്സുകളും നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും എന്നറിഞ്ഞിട്ടാണ് ഈ ഒരു ഷോപ്പ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ പോയപ്പോൾ ഫീൽ ചെയ്തത് നമ്മുടെ ഈ കൊറോണ ടൈമൊക്കെ അല്ലേ, അതിൻ്റെയും മുന്നുള്ള ഡ്രസ്സുകളൊക്കെയാണ് അവിടെ ഉള്ളത് എന്നാണ്. നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന നല്ല ഡ്രസ്സുകളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്ത് കൂടി സ്ട്രീറ്റിൽ കൂടി ഒക്കെ നടക്കാൻ വിചാരിച്ച്. മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അധിക ഷോപ്പുകളിലും ഓപ്പൺ ആയിട്ട് വരുന്നേ ഇല്ലായിരുന്നു. പിന്നെ അധികവും ഫിക്സ്ഡ് റേറ്റ് ആണ്, നമുക്ക് അവിടെ ബാർഗൈനിങ് ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ അവിടെ സാരിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ശിവ ടെക്സ്റ്റൈൽസ് ആണെന്ന് അവിടെ ഓരോരുത്തർ പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് വന്നതാണ് കേട്ടോ. കാദർപേട്ടയിൽ നിന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ശിവ ടെക്സ്റ്റൈൽസിൽ എല്ലാത്തരം ഡ്രസ്സും ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടും ഒരു ചെറിയ എമൗണ്ട് ഒക്കെ വ്യത്യാസമുണ്ട്, പക്ഷെ വലിയ ഹ്യൂജ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 4 മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബിരിയാണി സ്പോട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ബിരിയാണി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനൊക്കെ ആയിരുന്നു. എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. 4 മണിൻ്റെ ട്രെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്ത ട്രെയിൻ 8 മണിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ നമ്മളൊന്ന് ഓൾഡ് ബസ് സ്റ്റാൻഡിൽ പോയി വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അങ്ങനെ നടക്കുമ്പോൾ കണ്ട ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ ഇത്. പക്ഷെ നമുക്ക് കയറാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു ഇതിലൂടെ പോകുമ്പോൾ. 8 മണിക്കായിരുന്നു റിട്ടേൺ ട്രെയിനും ഉള്ളത്. അങ്ങനെ ഓൾഡ് ബസ് സ്റ്റാൻഡ് ലക്ഷ്യം വെച്ചാണ് നമ്മൾ നടക്കുന്നത്. അവിടെ നല്ല ജ്വൽസൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. അവിടെ ഒത്തിരി ഷോപ്പുകളൊക്കെ ഉണ്ട്, ഫാൻസി ഷോപ്പുകളൊക്കെ. പിന്നെ അവിടുന്ന് നമ്മൾ 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് റിട്ടേൺ അടിച്ചു. അവിടുത്തെ ബസ്സിൽ പിന്നെ വിമൻസിന് ടിക്കറ്റ് ഫ്രീ ആണ്. പിന്നെ മെൻസിനാണെങ്കിലും ചെറിയൊരു എമൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് മുല്ലപ്പൂക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ മേമ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൽ കയറി. ജനറൽ തന്നെയായിരുന്നു, പ്രീ പ്ലാൻഡ് ഒന്നും അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇനി ബാഗ് സംരക്ഷിക്കുക, നമ്മൾ വാങ്ങിയിട്ടുള്ള ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഹ്യൂജ് ടാസ്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 8 മണീൻ്റെ ട്രെയിന് 9 മണി 9:30 ഒക്കെ ആകുമ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സേഫായിട്ട് നമ്മൾ കാലിക്കറ്റ് റീച്ച് ചെയ്തു ഒരു 2 മണി 2:30 കൂടെ. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോയമ്പത്തൂർ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.